അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 16ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ അവസാനത്തെ പാഠമാണിത്. ഈ വീഡിയോയിലൂടെ ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇതുവരെ എടുത്ത എല്ലാ പാഠങ്ങളും എൻ്റെ ചാനലിലുള്ള പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കിട്ടുന്നതാണ്. നമുക്കപ്പോൾ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസു സാദിസ് അഷർ, 16ാമത്തെ പാഠം, അല്ലാഹു റബ്ബി. ഈ പാഠത്തിൽ നമ്മൾ ഒരു പാട്ടാണ് പഠിക്കുന്നത്. കൂട്ടുകാർ, ഈ പാട്ട് നല്ല ഈണത്തിൽ പാടി പഠിക്കുക. ഞാൻ വെറുതെ ഒന്ന് പാടിത്തരാം. അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യഹദീന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യർസുഖുന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യർഹമുന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യഹ്ഫളുന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി നഷ്കുറുഹു, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി നദ്ഉഹു. കൂട്ടുകാർക്ക് ഈ പാട്ട് മനസ്സിലായില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ നഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വായിച്ച് മനസ്സിലാക്കാം. റബ്ബുൻ, രക്ഷിതാവ്. റബ്ബി, എൻ്റെ രക്ഷിതാവ്. യഹ്ദീന, നമ്മെ സന്മാർഗത്തിലാക്കുന്നു. യഹ്ഫളുന, നമ്മെ സംരക്ഷിക്കുന്നു. യർസുഖുന, നമുക്ക് ഭക്ഷണം തരുന്നു. നഷ്കുറുഹു, നാം അവനോട് നന്ദി ചെയ്യുന്നു. യർഹമുന, നമുക്ക് കരുണ ചെയ്യുന്നു. നദ്ഉഹു, നാം അവനോട് പ്രാർത്ഥിക്കുന്നു. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നൻസഖുൻ നഷീദ. ഈ പാഠത്തിൽ നമ്മൾ ഒരു പാട്ട് പഠിച്ചല്ലോ. ആ പാട്ട് ഇവിടെ തെറ്റില്ലാതെ എഴുതണം. നമുക്ക് ഈ പാട്ട് ഒരു പ്രാവശ്യം കൂടി പാടാം. അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യഹദീന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യർസുഖുന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യർഹമുന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യഹ്ഫളുന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി നഷ്കുറുഹു, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി നദ്ഉഹു. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നഹ്ഫളുൻ നഷീദ വനുൻഷിദുഹ ഫിസ്സഫ്. അതായത് ഈ പാഠത്തിൽ പഠിച്ച പാട്ട് നമ്മൾ ഹിഫ്ലാക്കണം, അതായത് മനപ്പാഠം ചെയ്യണം. അത് ക്ലാസ്സിൽ പാടി പഠിക്കണം. കൂട്ടുകാർ എല്ലാവരും അത് ക്ലാസ്സിൽ ചെയ്ത് കാണിക്കുക. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നമ്മൾ ഉൽ ഫറാഗ്, വിട്ടത് പൂരിപ്പിക്കണം. ഇവിടെ നോക്കൂ. അല്ലാഹു റബ്ബി, അല്ലാഹു യഹദീന. ബാക്കിയുള്ളത് അല്ലാഹു ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു. ആ ഡാഷിൽ നാം എന്താണോ പൂരിപ്പിക്കേണ്ടത്? ഈ പാഠത്തിൽ പഠിച്ച പാട്ടിന്റെ അവസാന വാക്കുകളാണ് നാം ഈ ഡാഷിൽ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൂരിപ്പിക്കാം. അല്ലാഹു യർസുഖുന, അല്ലാഹു യർഹമുന, അല്ലാഹു യഹ്ഫളുന, അല്ലാഹു നഷ്കുറുഹു, അല്ലാഹു നദ്ഉഹു. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നഖ്റഉ കമാ ഫിൽ മിസാലി വനക്തുബ്. ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്നത് വായിച്ച് അതുപോലെ എഴുതണം. റബ്ബുൻ, രക്ഷിതാവ്. റബ്ബി, എൻ്റെ രക്ഷിതാവ്. ഇതാണ് ഉദാഹരണം. അടുത്തത് വാലിദുൻ, ഇതിൻ്റെ അർത്ഥം പിതാവ്. ഇതെങ്ങനെയാണ് എൻ്റെ പിതാവ് എന്ന് എഴുതുക? വാലിദി. ഇപ്പോൾ അർത്ഥം എൻ്റെ പിതാവ്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് വാലിദത്തുൻ, അർത്ഥം മാതാവ്. വാലിദത്തി, എൻ്റെ മാതാവ്. കിതാബുൻ, അർത്ഥം പുസ്തകം. കിതാബി, എൻ്റെ പുസ്തകം. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.